ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ കർത്താവ് ഇങ്ങനെ അവസരം തരുന്നതോർത്ത് ദൈവത്തെ ഇന്നും ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തിരുസന്നിധിയിൽ ദൈവവചന കേൾവിക്ക് വേണ്ടി മനസ്സൊരുക്കത്തോടെ, പ്രതീക്ഷയോടെ, ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. അനുദിന ആത്മീക ജീവിതത്തിന് വചനകേൾവി ഒരനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നിങ്ങളെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുമ്പോഴൊക്കെയും ദൈവജനത്തോട് പറയാൻ സ്വർഗീയ ദൂതുകൾ പൊഴിച്ചു തരുന്ന നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ചെറിയ ഒരു ചിന്ത, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 40-ാം വാക്യത്തിൽ നിന്ന് അതിനോട് ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 40-ാമത്തെ വാക്യം. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും കർത്താവിനായി കാത്തിരിക്കുക ആയിരുന്നു. നമ്മുടെ കർത്താവ് മടങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം നമ്മുടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവർ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഇവിടെ യേശു മടങ്ങി വന്നപ്പോൾ എന്നെഴുതിയിരിക്കുന്നത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഒരു പ്രത്യേക സമയത്ത് തടാകത്തിന്, ഗലീല തടാകത്തിന് അക്കരയ്ക്ക് പോയി എന്ന് എഴുതിയിരിക്കുന്നു. 22-ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു ദിവസം യേശു ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോക എന്നവരോട് പറഞ്ഞു. അങ്ങനെ യേശു ക്രിസ്തു ഗലീല തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോവുകയാണ്. അക്കരദേശം ഗദരദേശമാണ്. യേശു ഗദരദേശത്തേക്ക് പോയത് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. അവിടെ 6000 ഭൂതങ്ങളാൽ പിടിക്കപ്പെട്ട് വീട്ടിലുറങ്ങാതെ ശവക്കല്ലറകളിൽ ഉറങ്ങുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനെ സ്വതന്ത്രനാക്കാനും അവനെ ഭൂതങ്ങളുടെ പിടിയിൽ നിന്ന് വിടുവിക്കാനും കാലേ കൂട്ടിക്കണ്ട കർത്താവ് തൻ്റെ അരിമശിഷ്യന്മാരുമായി പടകെടുത്ത് അക്കരെ പോയി എന്നാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും അക്കരെ ചെന്നു. ആ യാത്രയിൽ നേരിട്ട് ഒരുപാട് പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അക്കരെ ചെന്നു. ആരും യേശുവിനെ സ്വീകരിച്ചില്ല, ആരും തന്നെ അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. എന്താണെങ്കിലും ശവക്കോട്ടയിൽ കിടന്ന ഭൂതഗ്രസ്തൻ യേശു ഗദരദേശത്ത് കാലുകുത്തിയത് അറിഞ്ഞു. പ്രസംഗികരാരോ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ഒരു നാട്ടിൽ ദൈവമെത്തിയാൽ, കർത്താവെത്തിയാൽ, ദൈവസാന്നിധ്യമെത്തിയാൽ, ഒരു ദൈവദാസനെത്തിയാൽ, ഒരു ശുശ്രൂഷകനെത്തിയാൽ, ദൈവപ്രവൃത്തിക്ക് ദൈവം അയച്ചൊരു മനുഷ്യനെത്തിയാൽ ആദ്യം അറിയുന്നത് ആ നാട്ടിൽ വ്യാപരിച്ച് നിൽക്കുന്ന ദുഷ്ടാത്മശക്തിയാണെന്ന്. ഈ ഭാഗത്ത് നിന്ന് ഏറെക്കുറെ അത് ശരിയാണെന്ന് ശരിവയ്ക്കാൻ കഴിയുകയും ചെയ്യും. മനുഷ്യനറിയുന്നതിനേക്കാൾ മുമ്പ് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരു നാട്ടിൽ സർവശക്തൻ പ്രവൃത്തി തുടങ്ങിയാൽ മനുഷ്യനറിയുന്നതിനേക്കാൾ മുമ്പ് പിശാചത് അറിയും. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ മക്കൾക്കോ വേണ്ടി കർത്താവ് എന്തെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ഒരു ദൈവദാസനെ നിങ്ങൾക്ക് വേണ്ടി നിയമിച്ചു, അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി, നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, നിങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി, ഫോൺ വിളിക്കാൻ തുടങ്ങി, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആത്മീയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ദൈവം ഒരു പദ്ധതി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാരും ചാർച്ചക്കാരൊക്കെ അറിയുന്നതിനേക്കാൾ മുമ്പ് പിശാചത് അറിയും. എങ്ങനെയെങ്കിലും അത് ഉഴപ്പിത്തള്ളിക്കളയാനുള്ള സകല പണിയും ദുഷ്ടപ്പിശാച് ചെയ്യും. എന്നിട്ടാണ് അവൻ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ അറിയിക്കത്തുള്ളൂ എന്നാണ് പൊതുവിൽ വേദപുസ്തക വ്യാഖ്യാതാക്കളുടെയും, പിന്നെ ഈ വാക്ക് വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതും അങ്ങനെ തന്നെയാണ്. എന്താണെങ്കിലും യേശുക്രിസ്തു അക്കരെ ചെന്നു. ഈ മനുഷ്യൻ ഓടി വന്നു ശവക്കോട്ടയിൽ നിന്ന്. ഈ മനുഷ്യനെന്ന് പറയാൻ പറ്റിയല്ല, അവിടുത്തെ വാക്കുകൾ വായിച്ചാൽ ഭൂതം
അവനെയും കൊണ്ട് വന്നിട്ട് ദുരാത്മാവാണ് സംസാരിക്കുന്നത്. ഞങ്ങളെ ഈ ദേശത്ത് നിന്ന് അയച്ചു കളയരുത്, ഞങ്ങൾ ലഗ്യോനാണ്, ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നോ എന്നൊക്കെ ചോദിക്കുന്നത് ആ മനുഷ്യനല്ല, അവനിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവാണ്. അപ്പോൾ യേശുവിനെ സ്വീകരിച്ചതും യേശുവിനോട് ആദ്യം സംസാരിച്ചതും ഒക്കെ ഈ ദുരാത്മാവാണെന്ന് നമുക്ക് പറയാം. എന്താണെങ്കിലും ആ ഭാഗം ദൈവശാസ്ത്രപരമായിട്ട് ഭയങ്കര ചിന്തനീയമാണ്. അതവിടെ നിൽക്കട്ടെ. കർത്താവ് അവനിലുള്ള ദുരാത്മാക്കളെ പുറത്താക്കി. അശുദ്ധാത്മാക്കളെല്ലാം കൂടി പന്നിക്കൂട്ടത്തിലേക്ക് ചെന്ന് അത് കടന്തൂക്കത്തിലൂടെ കടലിലേക്ക് ചാടി എല്ലാം ചത്തുപോയി. ഈ സംഭവം നാട്ടുകാർ ഭയങ്കര ഭയത്തോടെയാണ് കണ്ടത്. അവർ പേടിച്ചു. 37 വാക്യത്തിൽ ഗരസേന്യ ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി ഞങ്ങളെ വിട്ടു പോകണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ കർത്താവ് പടകേറി മടങ്ങിപ്പോന്നു. അപ്പോൾ ഇവിടെ 2-3 വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പിടിക്കണം. ഒന്ന് നമ്മൾ വായിച്ച് 22 വാക്യം, 2 നമ്മൾ വായിച്ച് 37 വാക്യം, ആദ്യം വായിച്ചു 40 വാക്യം. യേശുക്രിസ്തു ആരും ക്ഷണിക്കാതെ ആരും പറയാതെ തൻ്റെ അരിമശിഷ്യന്മാരുമായി പടകേറി അക്കരയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആരും അവനെ സ്വീകരിച്ചില്ല, ആരും അവനെ കൈക്കൊണ്ടില്ല. ഭൂതോപദ്രവം ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കിയത് നാട്ടുകാരറിഞ്ഞു. നാട്ടുകാരെല്ലാം കൂടി വന്നിട്ട്, ഈ തടാകത്തിൻ്റെ അക്കരെയുള്ള നാട്ടുകാരെല്ലാം കൂടി വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഇവിടെ നിൽക്കരുത്, ഞങ്ങളെ വിട്ടുപോകണം, പോ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിൽക്കണ്ട, പോ എന്ന് പറഞ്ഞു. ശിരോടെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങൊരു പ്രഭാഷണ ശൈലി പറയുക, യേശുവിനെ തള്ളി ഇറക്കി വിട്ടു ആ നാട്ടിൽ നിന്ന്. ഇവിടെ നിൽക്കണ്ട, ഞങ്ങൾക്ക് പേടിയാ, അവിടെ നിന്ന് ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ, നാശം ഉണ്ടാവുള്ളൂ, പോ എന്ന് പറഞ്ഞ് ഒരു സ്വീകരണം കൊടുക്കാതെ, ഒരു മാന്യത കൊടുക്കാതെ, ഇത്രയും വലിയൊരു ദൈവപ്രവൃത്തി അവരുടെ നാട്ടിൽ ചെയ്തിട്ട് ആരും ഒരു ഭംഗിവാക്കോ നല്ല വാക്കോ പോലും പറയാതെ, ഒരു യാത്രയെപ്പൊരു താങ്ക്സ് പോലും പറയാതെ ആ തടാകക്കരയിൽ ചെന്നിട്ട് പടകേറി പോകുന്ന കർത്താവിനെ ഒന്ന് കൈവീശിപ്പോലും കാണിക്കാതെ ആ നാട്ടുകാർ നിരുത്സാഹഭരിതരായി യേശുവിനെ തള്ളി ഇറക്കി വിട്ടു. ആ വരവാണ് ഇക്കരയ്ക്ക് കർത്താവ് വരുന്നത്. ഇക്കര വന്നപ്പോഴാണ് 40 വാക്യം ഞാൻ ആദ്യം വായിച്ചത്. യേശു മടങ്ങി വന്നപ്പോൾ, ഈ തടാകം ക്രോസ് ചെയ്ത് ഇക്കര എത്തിയപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. പള്ളിപ്രമാണിയായ ഐറോസ് വന്ന് കാൽക്കൽ വീണു. കണ്ടോ, ഞാനിത് എല്ലാം കൂടി ചേർത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ തടാകത്തിൻ്റെ ഒരു കരയിൽ ഒരു സ്വീകരണവും ഇല്ല, ഒരു മൈൻഡും ഇല്ല, ആരും അംഗീകരിക്കുന്നില്ല, ആരും ഒന്ന് ചേർത്ത് നിർത്തുന്നില്ല. എല്ലാവരും പറഞ്ഞു തള്ളിക്കളയുക. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറയാൻ ഉന്തി ഇറക്കി വിടുക, തള്ളിക്കളയുക. ഒരു കര. എന്നാൽ ഈ തടാകത്തിനൊരു മറുകരയുണ്ട്. ആ മറുകരയിൽ ഇങ്ങോട്ട് വന്നപ്പോഴും ഇവിടെ കയറാനൊക്കത്തില്ല, കാലിവിടെ കുത്തിയേക്കരുത്, പൊക്കോ എന്ന് പറയുകയല്ല. ഇതിൻ്റെ മറുകരയിൽ ആരൊക്കെയോ കാത്തിരിക്കുന്നു. ബഹുപുരുഷാരം സ്വീകരിക്കുന്നു, കൈക്കൊള്ളുന്നു, കാൽക്കൽ വീഴുന്നു. ഞാൻ ഇതിൽ നിന്ന് ആത്മീക ജീവിതത്തെയും നമ്മുടെ ഇഹലോക ജീവിതത്തെയും മനസ്സിൽ കണ്ടുകൊണ്ടൊരു കാര്യം പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് തടാകത്തിനും 2 കരയുണ്ട്, ഏത് തോടിനും 2 കരയുണ്ട്, ഏത് സമുദ്രത്തിനും 2 കരയുണ്ട്, ഏത് നദിക്കും 2 കരയുണ്ട്. ഒരു കര നമുക്ക് അനുകൂലമല്ലായിരിക്കാം, ഒരു കരയിൽ നമ്മെ മൈൻഡ് ചെയ്യാൻ ആരും കാണില്ല, ഒരു കരയിൽ നമ്മെ തള്ളി ഇറക്കി വിടാൻ, കുറ്റം പറയാൻ, നിന്ദിക്കാൻ, പഴിക്കാൻ, പരിഹസിക്കാൻ, താനിവിടെ വേണ്ട, നീ ഇവിടെ വേണ്ട, നീ ഇവിടെ അധികപ്പറ്റ, പോ, ആട്ടിപ്പുറത്താക്കാൻ ഒരു കരയിൽ പലരും കാണും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഈ ഒരു കര മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ എന്ന് വിചാരിച്ചാൽ എന്നും നിങ്ങളുടെ മനസ്സിനകത്ത് ഭയങ്കര പ്രയാസമായിരിക്കും. അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, അവർ മിണ്ടിയില്ലല്ലോ, തള്ളിക്കളഞ്ഞല്ലോ എന്നൊക്കെ തോന്നി ചിലപ്പോൾ ചില ആളുകളങ്ങ് കടുങ്കൈ ചെയ്യും, മരിച്ചേക്കാന്ന് വയ്ക്കും, ചിലരങ്ങ് വട്ടപ്പിണക്കമാകും, ചിലർ അവരെ തന്നെ ശപിക്കും, ചിലർ ജീവിതത്തിൻ്റെ മൂട് കളയും. എന്നാൽ പെട്ടെന്ന് ഓർക്കണം, ഈ തടാകത്തിനൊരു മറുകരയുണ്ട്.
ഒരു മറുകര. അവിടെ ആരൊക്കെയോ നമ്മെ കാത്തിരിക്കുന്നു. നമ്മെ ആവശ്യമുള്ളവരുണ്ട്. യേശുവിനെ മാത്രമല്ല പറയുന്നത്, എന്നെയും നിങ്ങളെയൊക്കെ പറയുന്നത്. നമ്മെ സ്വീകരിപ്പാൻ, നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ, നമ്മെ കാത്തിരിക്കുന്ന, നമ്മളെ പ്രതീക്ഷിക്കുന്ന, നമ്മളെ കൈക്കൊള്ളുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെ ആവശ്യമായ ആരൊക്കെയോ ഈ തടാകത്തിൻ്റെ മറുകരയിലുണ്ട്. നിങ്ങൾ ഈ ലോകത്തെ, ജീവിതത്തെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ ഈ തടാകമായി കാണുക. എന്നിട്ട് ഇതിൻ്റെ രണ്ട് കരയും നിങ്ങൾ ശരിക്കും മനസ്സിൽ സെറ്റ് ചെയ്യുക. ഒരു കരയിൽ നിങ്ങൾക്ക് കണ്ണീരും കരച്ചിലും തള്ളപ്പെടലും നിന്നെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മറുകരയെ നിങ്ങൾ സ്വപ്നം കാണുക. അവിടെ ആരൊക്കെയോ ഉണ്ട്, കാത്തിരിക്കുന്നു. നീ പോകരുത്, നീ ഒന്ന് വന്നെങ്കിൽ, നീ ഒന്ന് വിളിച്ചെങ്കിൽ, നിന്നെ ഒന്ന് കണ്ടെങ്കിൽ, നിൻ്റെ കൂടെ ചിലർ നടക്കാൻ പറ്റിയെങ്കിൽ. ഉണ്ട് സഹോദരങ്ങളെ. വീണ്ടും ഞാൻ പറയുന്നു, നിനക്കൊരു കരയല്ല, ഒരു മറുകരയുണ്ട്. ഇവിടെ ആരൊക്കെയോ തള്ളിയാൽ, ഇവിടെ ആരൊക്കെയോ ഉപേക്ഷിച്ചാൽ ഇതിൻ്റെ മറുകര ദൈവം ഒരുക്കി തരും. നമുക്കതിനായി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ഈ പിക്ചർ മനസ്സിൽ നമുക്ക് സംഗ്രഹിക്കാം, ജീവിതം വിജയിപ്പിക്കാം. തളരാതെ, മോഹഭംഗങ്ങൾ സംഭവിച്ചൊരു മനുഷ്യനെ പോലെ എന്നും മൂഡ് ഓഫ് ആകാതെ, പരാതി പറയാതെ, പിറുപിറുക്കാതെ, മറുകര അത് നമ്മുടെ സ്വപ്നമാക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് തരുന്ന ആലോചനകൾ എല്ലാം തന്നെ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് തരുന്നതാണെന്ന് തന്നെ ഞങ്ങൾ അറിയുന്നപ്പാ. ഇന്ന് ഇത് അനേകർക്ക് ഫലിക്കട്ടെ. പലരും ധൈര്യപ്പെടട്ടെ, പലരും ചിരിക്കട്ടെ, പലരും സന്തോഷിക്കട്ടെ. ഈ മറുകര കർത്താവ് അനുവദിച്ചാൽ അടുത്തൊരു മാസത്തേക്ക് ഞങ്ങൾ കയറാൻ തുടങ്ങുവാണല്ലോ. അടുത്ത മാസം ഈ തള്ളിക്കളയലിൻ്റെയും നിന്ദയുടെയും ഒറ്റപ്പെടലിൻ്റെയും കരയിൽ നിന്ന് ചിലരെ മറുകരയിലെത്തിക്കണേ. സ്വീകാര്യമുള്ള, കരുതലുള്ള, ജീവിക്കാൻ പറ്റുന്ന, കൈക്കൊള്ളുന്ന, ചേർത്ത് നിർത്തുന്നവരുള്ള മറുകര. അത് ഇത് കേൾക്കുന്നവർക്ക് അനിവാര്യമെങ്കിൽ, അവർ ചോദിക്കുന്നെങ്കിൽ സർവശക്തൻ നടത്തി കൊടുക്കണേ. വഴിയും വാതിലും തുറന്നു കൊടുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.